10 വർഷം മുമ്പ് ലോകം ഭാരതത്തെ നോക്കി സഹതപിച്ചിരുന്നു. അഴിമതിയിൽ മുങ്ങിയ ഭരണ സംവിധാനം, തകർന്നടിഞ്ഞ രൂപയുടെ മൂല്യം, വിദേശ നിക്ഷേപകർക്ക് ഭാരതം എന്നാൽ ഒരു ഭീതിയുടെയും അനിശ്ചിതത്വത്തിന്റെയും പര്യായമായിരുന്നു. എന്നാൽ ഇന്ന് 2024 ലോകം ഭാരതത്തെ നോക്കി അമ്പരക്കുകയാണ്. ബ്രിട്ടനെ മറികടന്നു, ഇപ്പോൾ ജപ്പാനെയും പിന്നിലാക്കി ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു. ഇത് കേവലം അക്കങ്ങളുടെ മാന്ത്രികതയല്ല, മറിച്ച് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണ നേതൃത്വത്തിന് കീഴിൽ ഒരു രാഷ്ട്രം എങ്ങനെ പുനർജനിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ്. ഫ്രഗൈൽ ഫൈവ് എന്ന ചീത്തപ്പേരിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഈ ദൂരം നമ്മൾ താണ്ടിയത് വെറും 10 വർഷം കൊണ്ടാണ്. ഇത് ഭാരതത്തിന്റെ ദശകമാണ്. ഇത് ഭാരതീയരുടെ സമയമാണ്. ഒരു മാറ്റത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങിയെന്ന് നമ്മൾ അറിയണം. 2014 മുമ്പുള്ള ഭാരതം സാമ്പത്തികമായി ഒരു ശവപ്പറമ്പിന് തുല്യമായിരുന്നു. സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ ഭരണകൂടം ഭയപ്പെട്ടിരുന്നു. ഫയലുകൾ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നു. പിന്നെ ഈ അഴിമതിയുടെ കുത്തരങ്ങ്, 2G സ്കാം, കോമൺവെൽത്ത് അഴിമതി, കൽക്കരി കുംഭകോണം, രാജ്യത്തിന്റെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഓരോ ദിവസവും കൊള്ളയടിക്കപ്പെട്ടത്. പിന്നെ തകർന്ന ബാങ്കിംഗ് മേഖല വേറെയും. സ്വാധീനമുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ ലോൺ നൽകുകയും അവ തിരിച്ചടയ്ക്കാതെ വരികയും ചെയ്തതോടെ ഇന്ത്യൻ ബാങ്കുകൾ കിട്ടാക്കടത്തിൽ മുങ്ങി. വിജയ് മല്യയുടെ കഥയെല്ലാം അറിയാമല്ലോ. ഈ ഒരു സാഹചര്യത്തിലാണ് 2014 ഭാരതത്തിന്റെ കാറ്റ് വീശിയത്. മാറ്റത്തിന്റെ കാറ്റെന്നും പറയാം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഭാരതം ലോകത്തെ 10ാമത്തെ സാമ്പത്തിക ശക്തി മാത്രമായിരുന്നു. ഭാരതം എക്കാലവും വിദേശ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു കമ്പോളം മാത്രമായിരിക്കുമെന്ന് പരിഹസിച്ച സാമ്പത്തിക വിദഗ്ധരുടെ വായടപ്പിച്ച പദ്ധതിയായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ. 2014 നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളെല്ലാം ചൈനയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ വന്നവയായിരുന്നു. അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് വെറും 2 മൊബൈൽ ഫാക്ടറികൾ മാത്രം. എന്നാൽ ഇന്ന് സാഹചര്യം മാറി. ഭാരതത്തിൽ 200-ലധികം മൊബൈൽ നിർമ്മാണ യൂണിറ്റുകൾ ഇന്നുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളാണ് ഇന്ന് നമ്മൾ. സാംസങ്ങും ആപ്പിളും ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഫാക്ടറികൾ തുറക്കുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകൾ ഇന്ന് ലണ്ടനിലും ന്യൂയോർക്കിലും വിൽക്കപ്പെടുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. മറ്റൊന്ന്, പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത. ഒരു കാലത്ത് ചെറിയൊരു വെടിയുണ്ടയ്ക്ക് പോലും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഭാരതം ഇന്ന് 85-ലധികം രാജ്യങ്ങളിലേക്ക് അത്യാധുനിക ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. തേജസ് വിമാനങ്ങളും ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബ്രഹ്മോസ് മിസൈലുകളും വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തും ഭാരതത്തിന്റെ പ്രതിരോധ കരുത്തിന്റെ അടയാളമാണ്. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ നടന്നു കയറി. അമേരിക്കയിലെയും യൂറോപ്പിലെയും സമ്പന്ന രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒന്നാണ് ഭാരതത്തിന്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ലോകത്തെ ആകെ ഡിജിറ്റൽ ഇടപാടുകളിൽ 46% നടക്കുന്നത് ഭാരതത്തിലാണ്. UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ലോകം മുഴുവൻ ക്രെഡിറ്റ് കാർഡുകൾക്കും കറൻസികൾക്കും പിന്നാലെ പോകുമ്പോൾ ഭാരതത്തിലെ ഒരു ചെറിയ തട്ടുകടക്കാരൻ പോലും തന്റെ ഫോണിലെ QR കോഡ് കാണിച്ച് പണം സ്വീകരിക്കുന്നു. ഗൂഗിൾ പോലും അമേരിക്കൻ ഭരണകൂടത്തോട് ശുപാർശ ചെയ്തത് ഭാരതത്തിലെ UPI മോഡൽ നടപ്പിലാക്കാനാണ്. പിന്നെ DBT, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. പണ്ടൊരു രൂപ സർക്കാർ അനുവദിച്ചാൽ പാവപ്പെട്ടവന്റെ കയ്യിൽ എത്തുമ്പോൾ അത് 15 പൈസയായി മാറുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അഴിമതിയുടെ ആ കൈകൾ നമ്മൾ മുറിച്ചു മാറ്റി. ജൻധൻ ആധാർ മൊബൈൽ വഴി ഓരോ പൈസയും ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് എത്തുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് ഇതിലൂടെ തടയാനായത്. വികസനം എന്നത് വെറും വാഗ്ദാനങ്ങളല്ലെന്ന് ഭാരതം തെളിയിച്ചു. പശ്ചാത്തല സൗകര്യ മേഖലയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം കഴിഞ്ഞ 70 വർഷത്തേക്കാൾ വളരെ വളരെ വലുതാണ്. ഇനി ഹൈവേകളുടെ കുതിപ്പിലേക്ക് വന്നാൽ, നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ റോഡ് നിർമ്മാണത്തിന്റെ വേഗത ലോക റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. 2014 ഒരു ദിവസം വെറും 12 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് ഇന്നത് 30 കിലോമീറ്ററിന് മുകളിൽ എത്തിയിരിക്കുന്നു. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ പോലെയുള്ള പദ്ധതികൾ രാജ്യത്തിന്റെ ദൂരങ്ങളെ കുറച്ചു. റെയിൽവേയുടെ പുനർജന്മം എന്നും പറയാം. ഇന്ത്യൻ റെയിൽവേ ഇന്ന് പഴയ മുഷിഞ്ഞ ട്രെയിനുകളല്ല, ലോകോത്തര നിലവാരമുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ ഭാരതീയരുടെ യാത്രയെ സുഖകരമാക്കി. റെയിൽവേ സ്റ്റേഷനുകൾ എയർപോർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഇനി വിമാനത്താവളങ്ങളിലേക്ക് വന്നാലോ, ഉഡാൻ പദ്ധതിയിലൂടെ സാധാരണക്കാരനും വിമാനയാത്ര സാധ്യമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. ഒരേ രാജ്യം ഒരേ നികുതി എന്ന മുദ്രാവാക്യത്തോടെ നടപ്പിലാക്കിയ GST ഭാരതത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവമാണ്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഇന്ന് തീരില്ല. സംസ്ഥാനങ്ങൾക്കിടയിലുള്ള നികുതി അതിർവരമ്പുകൾ മാഞ്ഞതോടെ ചരക്ക് നീക്കം സുഗമമായി. ഇന്ന് എല്ലാ മാസവും 1.7 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് GST കളക്ഷൻ. ഇത് ജനങ്ങളുടെ വാങ്ങൽ ശേഷിയെയും സമ്പദ് വ്യവസ്ഥയെയും സുതാര്യതയെയും എല്ലാം സൂചിപ്പിക്കുന്നു. കൂടാതെ തകർച്ചയിലായിരുന്ന ബാങ്കുകളെ സർക്കാർ പുനരുദ്ധരിച്ചു. ഇന്ന് ഇന്ത്യൻ ബാങ്കുകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. കിട്ടാക്കടങ്ങൾ കുറഞ്ഞു. പുതിയ സംരംഭകർക്ക് വായ്പ നൽകാൻ ബാങ്കുകൾക്ക് ഇന്ന് മടിയില്ല. ലോകത്തെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാണ് ഇന്ന് ഭാരതം. നമ്മൾ ഇന്ന് ജോലി അന്വേഷിക്കുന്നവരല്ല, ജോലി നൽകുന്നവരാണ്.
$1 ബില്യൺ മൂല്യമുള്ള 100-ലധികം കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ബംഗളൂരും ഹൈദരാബാദും മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ Tier 2 നഗരങ്ങളിൽ പോലും പുതിയ സ്റ്റാർട്ടപ്പുകൾ വളരുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ യുവജന ശക്തി ഭാരതത്തിലാണ്. വികസിത രാജ്യങ്ങൾ പ്രായമായവരുടെ എണ്ണം കൂടി വലയുമ്പോൾ ഭാരതം അതിന്റെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഉപയോഗിച്ച് ലോകത്തെ നയിക്കാൻ ഒരുങ്ങുകയാണ്. കോവിഡ് കാലത്ത് ലോകം ഭാരതത്തിന്റെ കരുത്ത് തിരിച്ചറിഞ്ഞു. വൻകിട രാജ്യങ്ങൾ സ്വന്തം ജനതയെ രക്ഷിക്കാനായി പാടുപെടുമ്പോൾ ഭാരതം സ്വന്തമായി വാക്സിൻ നിർമ്മിക്കുകയും അത് 100-ലധികം രാജ്യങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തു. ഫാർമസി ഓഫ് ദി വേൾഡ് എന്ന ലോകം ഭാരതത്തെ വിളിച്ചത് വെറുതെയൊന്നുമല്ല. കാർഷിക മേഖലയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും ഡ്രോണുകളും കൃഷിയിലേക്ക് കടന്നു വന്നു. കാർഷിക കയറ്റുമതിയിൽ ഭാരതം വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയാണ്. പാവപ്പെട്ട കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതോടെ ഗ്രാമീണ ഭാരതവും സാമ്പത്തികമായി ഉണർന്നു. ജപ്പാൻ എന്നത് ദശകങ്ങളായി സാങ്കേതിക വിദ്യയിലും സമ്പദ് വ്യവസ്ഥയിലും ലോകത്തിന് മുന്നിലായിരുന്ന രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ പിന്നിലാക്കി ഭാരതം 4-ാം സ്ഥാനത്തേക്ക് എത്തുന്നത് നിസ്സാര കാര്യമല്ല. അമേരിക്കയും ചൈനയും 3 മുതൽ 4% വളർച്ചയിൽ വളരുമ്പോൾ ഭാരതം 8.2% വളരുന്നത്. വിദേശ കമ്പനികൾ ചൈന വിട്ട് ഭാരതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. സുസ്ഥിരമായ ഭരണവും വലിയൊരു വിപണിയും അവരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. ഇനി അടുത്തത് ജർമ്മനിയാണ്. അതായത് അടുത്ത ലക്ഷ്യം ജർമ്മനിയെ മറികടക്കുക എന്നതാണ്. 3 വർഷത്തിനുള്ളിൽ ഭാരതം ലോകത്തെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാകും. മുന്നോട്ടുള്ള പാത റോസാ പുഷ്പങ്ങൾ വിരിച്ചതല്ല. പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുക, ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുക, എല്ലാ വർഷവും ഉയർന്ന വിദ്യാഭ്യാസം ഉറപ്പാക്കുക, ജീവിത നിലവാരം ഉയർത്തുക തുടങ്ങിയ വലിയ വലിയ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതുമല്ല. പണപ്പെരുപ്പം നിയന്ത്രിച്ചു നിർത്തിയതും രൂപയുടെ മൂല്യത്തിൽ അമിതമായ ഇടിവ് സംഭവിക്കാതെ സംരക്ഷിച്ചതും റിസർവ് ബാങ്കിന്റെയും സർക്കാരിന്റെയും കൈകോർത്തുള്ള പ്രവർത്തന ഫലം തന്നെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വികസിത ഭാരതം 2047 എന്നത് വെറും ഒരു സ്വപ്നമല്ല, അത് കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള ഒരു കർമ്മ പദ്ധതിയാണ്. ഊർജ്ജ സ്വയം പര്യാപ്തത, സോളാർ എനർജിയിലും ഗ്രീൻ ഹൈഡ്രജനിലും ലോക നേതാവാകാനായി ഭാരതം ഒരുങ്ങുകയാണ്. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുക, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ലക്ഷ്യം. പിന്നെ നൈപുണ്യ വികസനം, ലോകത്തെ എല്ലാ കമ്പനികളിലും ഒരു ഭാരതീയനെങ്കിലും ഉണ്ടാകുമെന്നത് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പരിഷ്കാരം ഇവിടെ നടക്കുന്നുണ്ട്. ഭാരതം ഇന്ന് ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകാശ ഗോപുരമാണ്. ഉക്രൈൻ റഷ്യ യുദ്ധമായാലും ആഗോള സാമ്പത്തിക മാന്ദ്യമായാലും ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഭാരതത്തിന്റെ നിലപാടുകളെയാണ്. നമ്മളിന്ന് ആരുടെയും പിന്നാലെയല്ല, മറിച്ച് എല്ലാവരെയും നയിക്കുന്ന വിശ്വഗുരുവായി മാറുകയാണ്. ജപ്പാനെ മറികടന്നത് ഈ മഹായാത്രയിലെ ഒരു നാഴികക്കല്ല് മാത്രമാണ്. നമുക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഓരോ ഭാരതീയനും ഐക്യത്തോടെ അഴിമതിക്കെതിരെ പോരാടി കഠിനാധ്വാനം ചെയ്താൽ 2047 സ്വാതന്ത്ര്യത്തിന് 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാരതം ലോകത്തിലെ 1-ാമത്തെ ശക്തിയായിരിക്കും. ഇത് പുത്തൻ ഭാരതമാണ്. ഇവിടെ അസാധ്യമായി ഒന്നുമില്ല. സിംഹത്തിന്റെ കരുത്തുള്ള, സൂര്യന്റെ തേജസ്സുള്ള, 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളുള്ള നവഭാരതം. ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ അഭിമാനിക്കാം, അല്ലെ? എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അത് കമന്റ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.